അള്ളാഹനെ വിശ്വസിക്കാത്തവന്റെ നിയമം ഉണ്ടാക്കുന്നത് പറയും ഓൻ തന്നെയാണ്. ഓൻ തോന്നിയാൽ മതിയോ ജീവിക്കും. അള്ളാഹനെ വിശ്വസിക്കുന്നവരുടെ നിയമം ഉണ്ടാക്കുന്നത് അവനല്ല, അതാരാണ്? അള്ളാഹുവാണ്. അപ്പോൾ പിന്നെ ആ നിയമത്തിനെ വിട്ടോനെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ജീവിച്ചാലോ അവൻ ഭൗതികവാദിയായി അധപ്പതിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെയാണ് പ്രശ്നം. ആത്മീയവാദിയും ഭൗതികവാദിയും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഭൗതികവാദി പറയുന്നത് വെറുതെ ഉണ്ടായതാണ്. ഭൂമി വെറുതെ ഉണ്ടായതാണ്, വായു വെറുതെ ഉണ്ടായതാണ്, വെള്ളം വെറുതെ ഉണ്ടായത്, ഒക്കെ വെറുതെ ഉണ്ടായതാണെന്ന് ആരുടെ വാദം? ഭൗതികവാദിയുടെ വാദം. അള്ളാഹു അവസ്ഥ നമ്മളാക്കട്ടെ. ആത്മീയയുടെ വാദിയുടെ വാദം അല്ല, ഭൂമി അള്ളാഹ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഭൂമി ആരുടേതാണ്? അള്ളാഹുടേതാണ്. അങ്ങനെ തന്നെയല്ലേ? ആരുടേതാണ്? ആത്മീയവാദിയുടെ വീക്ഷണപ്രകാരം ഭൂമി വെറുതെ ഉണ്ടായതല്ല, ആരുണ്ടാക്കിയതാണ്? അള്ളാഹുവിൻ്റെതാണ്. ആകാശം വെറുതെ ഉണ്ടായതല്ല, അള്ളാഹു ഉണ്ടാക്കിയതാണ്. വെള്ളം വെറുതെ ഉണ്ടായതല്ല, അള്ളാഹു ഉണ്ടാക്കിയതാണ്. വെള്ളം أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون. നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെ മേഘക്കൂട്ടത്തിൽ നിന്ന് ഇറക്കിയത് നിങ്ങളാണോ നാമാണോ? വെള്ളം ഉണ്ടാക്കുന്നത് പോയിട്ട് വെള്ളത്തിനെ മേഘത്തിന്റെ മേലാപ്പൊന്ന് ഇറക്കാൻ പോലും മനുഷ്യന് കഴിയില്ല. ആര് വിചാരിക്കണം? അള്ളാഹു വിചാരിക്കണം. അങ്ങനെ ചെയ്തിരുന്നു മനുഷ്യൻ, പക്ഷെ എന്നിട്ട് ഒഴിവാക്കി. മനുഷ്യനെ സ്വയം മഴ പെയ്യിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് ലോകം പറ്റത് ഒഴിവാക്കി. എന്തുകൊണ്ടെന്നാൽ ഒരേക്കർ ഭൂമിയിൽ, ശ്രദ്ധിക്കണേ, ഒരേക്കർ ഭൂമിയിൽ കൃത്രിമ മഴ പെയ്യിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന കൃഷിയുടെ ലാഭത്തിന്റെ 50 ഇരട്ടി നഷ്ടമാണ്. എന്തിന്? കൃത്രിമ മഴ പെയ്യിപ്പിക്കാൻ. അതുകൊണ്ട് ശാസ്ത്രം അത് ഒഴിവാക്കി. നിങ്ങൾ എന്റെ കൂടെ അല്ല, ഒന്നുകൂടി പറഞ്ഞില്ല, അത് പറഞ്ഞാൽ മനസ്സിലായില്ല. അതായത് അള്ളാഹു മേലാപ്പാക്കിയിട്ട മേഘം, ആ മേഘത്തിനെ മനുഷ്യൻ കൃത്രിമ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പെയ്യിപ്പിക്കാൻ മനുഷ്യന് കഴിയും. പക്ഷേ ഒരു പൊസിഷനിലേക്ക്, ഒരു ഏക്കർ ഭൂമിയിലേക്ക് കൃത്രിമമായി മഴ പെയ്യിപ്പിച്ചാൽ, കൃത്രിമമായ എന്നാൽ വെള്ളം അല്ലാതെ വെള്ളം തന്നെ, പക്ഷേ ചില പ്രത്യേകമായ പദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിൽ വിതറിയിട്ട് അത് കാരണം ടെമ്പറേച്ചർ ഉയർത്തിയിട്ട് അത് കാരണമായി എന്ത് ചെയ്യാം? മനസ്സിലാവണല്ലേ പറഞ്ഞത്? അത് കാരണമായി മഴ പെയ്യിപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്തെന്നാൽ, ഒരു ഏക്കർ ഭൂമിയിലേക്ക് മഴ പെയ്യിപ്പിച്ച് ഉണ്ടാകുന്ന ലാഭത്തിന്റെ 50 ഇരട്ടിയാണ് ചെലവ്. എന്തിന്? ഒരു ഏക്കറിലേക്ക് കൃത്രിമമായി മഴ പെയ്യിപ്പിക്കാൻ. അപ്പോൾ ശാസ്ത്രം അത് എന്നേക്കുമായി ഒഴിവാക്കി. ഇപ്പോൾ ലോകത്തെ ഒളിമ്പിക്സ്, അതേപോലെ തന്നെ ലോകകപ്പ് ഫുട്ബോൾ, അതിനൊക്കെ വേണ്ടി മാത്രമേ മഴ നിർത്തലും മറ്റുമൊക്കെ ചെയ്യാറുള്ളൂ. മറ്റ് ശാസ്ത്രത്തിന് മുതലാവില്ല. അങ്ങനെ ഒഴിവാക്കി. ഇത് 10 പൈസ കൊടുക്കണം. അങ്ങനെ വെള്ളം എന്ന് പറഞ്ഞ അങ്ങോട്ട് ചേരിക്കന്നെ, അങ്ങോട്ട് ഒരു തുള്ളി ഒരു കുടം. അള്ളാഹു നമുക്ക് വീണ്ടും വെള്ളം തരട്ടെ, റഹ്മത്തായ വെള്ളം തരട്ടെ, അള്ളാഹു തല തൗഫീഖ് തരട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഭൗതികവാദിയും ആത്മീയവാദിയും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഭൗതികവാദിക്ക് ഇതിനൊന്നും അവന്റെ ന്യായം എന്താ? വെള്ളം വെറുതെ ഉണ്ടായി, അതുകൊണ്ട് വെള്ളത്തിന് അവന് പരിഗണിക്കൂല, അതുകൊണ്ട് ഇഷ്ടം പോലെ ജീവിക്കും. ഭൂമി വെറുതെ ഉണ്ടായി, വായു വെറുതെ ഉണ്ടായി, അവൻ വെറുതെ ഉണ്ടായി, അവന്റെ ഭാര്യ വെറുതെ ഉണ്ടായി. ഇതൊക്കെയാണ് ഭൗതികവാദി കാഴ്ചപ്പാട്. ആത്മീയവാദി അങ്ങനെയല്ല. ആത്മീയവാദിയുടെ വാദം ഭൂമിയുടെ ഉടമക്കാരൻ അല്ലാഹുവാണ്, വെള്ളത്തിന്റെ ഉടമക്കാരൻ അല്ലാഹുവാണ്, വായുവിന്റെ ഉടമക്കാരൻ അല്ലാഹുവാണ്, ഭക്ഷണത്തിന്റെ ഉടമക്കാരൻ അല്ലാഹുവാണ്, തന്റെ ഉടമക്കാരൻ അല്ലാഹുവാണ്. തന്റെ പിതാവിന്റെ മുതുകിൽ നിന്നും മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് വന്നിട്ടുള്ള ഒരു തുള്ളി ബീജത്തിന്റെ ഉടമക്കാരൻ. അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. ഉടമക്കാരൻ അല്ലാഹുവാണ് എന്ന് ആത്മീയവാദി വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ ഒരു പ്രശ്നം കൂടെ നോക്ക്. ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടെ പരത്തി നോക്ക്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ.
അപ്പോൾ ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം അവന് ആരും പേടിക്കണ്ട, ആരുടെ നിയമം അനുസരിക്കണ്ട. കാരണം ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ് അവന്റെ വിശ്വാസം. ആത്മീയവാദി അങ്ങനെയല്ല. ആത്മീയവാദി അള്ളാന്റെ ഭൂമിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉടമക്കാരൻ ആരാ? പറയും മനുഷ്യന്മാരെ, ആരാ? അപ്പോൾ പിന്നെ അള്ളാന്റെ നിയമം പാലിക്കേണ്ടി വരും. നിങ്ങളെ പറമ്പിൽ കുറച്ച് പുല്ലുണ്ട് എന്ന് സങ്കല്പിക്കും. പുല്ല് 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 പറയും മനുഷ്യന്മാരെ, പുല്ല്. നിങ്ങളെ പറമ്പിൽ കുറച്ച് പുല്ലുണ്ട്. അടുത്ത വീട്ടുകാരന് കുറച്ച് കന്നുണ്ട്. അപ്പോൾ അവൻ നിങ്ങളോട് ഒന്ന് ചോദിച്ച്, ഞാൻ പുല്ലരിയട്ടെ. അപ്പം നിങ്ങൾ അവനോട് പറഞ്ഞ് പുല്ലരിയ, പക്ഷേ പോത്തിനങ്ങോട്ട് കയറ്റരുത്. അവൻ്റെ നിയമമാണ്. എന്ത്? അവൻ്റെ നിയമമാണ്. എന്ത്? ഒന്ന് പറയും മനുഷ്യന്മാരെ. അതെ അതെ അതെ. ഓ, നിങ്ങളെ വളപ്പിൽ പുല്ലുണ്ട്, അടുത്ത പുരക്കാരന് പോത്തുമുണ്ട്. അവൻ ചോദിച്ചു, പുല്ലിട്ടിയ തിരക്കടില്ല. അപ്പൊ നിങ്ങൾ നിയമം പറഞ്ഞു. എന്താ നിയമം? അരിയാം. അരിഞ്ഞിട്ട് കണ്ണാക്കിയിട്ട് കൊണ്ടേ കൊടുത്തോ. പോത്തിനെ കയറ്റരുത്. നിങ്ങൾക്ക് ഏത് കാലത്തും പുല്ലരിയാം, പോത്തിന് തിന്നാൻ കൊടുക്കാം. എന്നാൽ നിങ്ങളൊരു ദിവസം പെരിന്തൽമണ്ണ പോയി ഇങ്ങനെ കുഴങ്ങി ബേജാറായി ഇങ്ങനെ പാഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടുന്ന് നാട് വിട്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ, മനസ്സിലായില്ല, നിങ്ങൾ പെണ്ണുങ്ങളോട് ചോദിച്ചു, എവിടെ മോമാക്ക? എവിടെ? മോമാക്ക കോയമ്പത്തൂർ പോയതാ. അപ്പൊ ഇവന് തൃപ്പതിയായി. ഇന്നിപ്പോ ഏതായാലും മൂപ്പര് കോയമ്പത്തൂർ പോയി വരാൻ കുറച്ച് നേരം എടുക്കുമല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? പിന്നെ ആ പാവപ്പെട്ട മോമാക്കാന്റെ പെണ്ണൊരുത്തി ഒരിക്കലും ഇറങ്ങി നോക്കൂല. ഇനി നോക്കിയാൽ തന്നെ അവര് നമ്മൾ കണക്കാക്കേണ്ടതില്ല. നമ്മൾ പോത്തിനെ അങ്ങനെ ഇതാ അയൽവാസി പോത്തിനെ കൊണ്ടുവന്ന് ഇങ്ങനെ തീറ്റുന്നതാണ്. നിങ്ങൾ വിചാരിച്ചിരുന്നത് 2 മണിക്കുള്ള ആ ചെറുകര എന്നുള്ള ട്രെയിനിന് പോകണമെന്നാണ്. പക്ഷേ നിങ്ങൾക്കത് കിട്ടിയില്ല. അതുകൊണ്ട് ഇനിയിപ്പോ പോയാൽ ലെവലാവില്ലാന്ന് വിചാരിച്ച് നിങ്ങൾ പോക്ക് റദ്ദാക്കിയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ്, പോക്ക് ഒഴിവായപ്പോഴാണ് പോത്തിനെ കണ്ടത്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ കൂടെ പിറ്റേന്ന് അവനെ പള്ളിയിൽ വന്നു. അസ്സലാമു അലൈക്കും സലാം പറയില്ല. എങ്ങനെ അവസരം കിട്ടിയ അവർ എത്ര മനുഷ്യനോ ഇജടോ പോത്ത്, അതോ ആ നാക്കാലിയാണോ പോത്ത്? സത്യാണോ അല്ലേ? പറയും മനുഷ്യന്മാര്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? നിങ്ങളുടെ സ്ഥലമാണ്, അവിടെ നിങ്ങളെ നിയമം. എങ്കിൽ ഈ ഭൂമി ആരുടേതാ? എങ്കിൽ ഇവിടെ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞ് മൂലയിൽ അണ്ണാക്ക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കള്ളു കുടിക്കരുതെന്ന് ഭൂമിന്റെ ഉടമക്കാരൻ്റെ നിയമം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പറയും. കള്ളുടിക്കരുത് 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 എന്ന് പറഞ്ഞാൽ മൂലയിൽ അണ്ണാക്ക് പൊട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല. കള്ള കുടിക്കാതിരിക്കേ ചെയ്തോ, നിന്റെ സൗകര്യം. പക്ഷേ കള്ളു കുടിക്കരുത് എന്നുള്ളത് ഭൂമിയുടെ ഉടമക്കാരൻ്റെ നിയമം. ആ ഉടമക്കാരൻ കോയമ്പത്തൂർ പോകൂല. മനസ്സിലായില്ല? നിന്റെ കൂടെ وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين وما تسقط من ورقة إلا يعلمها سورة الأنعام 59 آية وما تسقط من ورقة إلا يعلمها وما تسقط من ورقة إلا يعلمها. ഒരു മരത്തിന്റെ ഇല താഴെ വീഴണമെങ്കിൽ ആരറിയും? അല്ലാഹു അറിയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒന്നിരിക്കൽ നമ്മൾ എന്ത് പറയണം? ഇത് അള്ളാന്റെ ഭൂമി അല്ല എന്ന് പറയണം. അള്ളാന്റെ ഭൂമിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അള്ളാന്റെ നിയമം പാലിക്കണം. പറഞ്ഞത് മനസ്സിലായോ? ഇനിയിപ്പോ എന്തിനാ കൂടുതൽ വർത്തമാനം പറയുന്നത്? 2 ഓപ്ഷനാണ്. ഒന്നിരിക്കൽ എന്ത് പറയാ? ഇത് പഠിച്ചോന്റെ ഭൂമിയല്ല, അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാഫിറാവൂല മൂല്യരൻ, കാഫിറോ അരഫിറോ ഫുൾഫിറോ എന്തോ ആട്ടെ, അതിനപ്പുറത്ത് ആള് ഇരിക്കുന്നുണ്ട്. ഇന്നഅതദിനാലിൽ കാഫിരീന സലാസില വഅഗ്ലാലൻ വസഈറ. അവിടെ കൈകാര്യം അവൻ ചെയ്യും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പക്ഷെ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ കാഫിറാകാനും മുസ്ലിം ആകാനുള്ള സ്വാതന്ത്ര്യം പറയും. ഇവിടെ ഉണ്ട്. ഇവിടെ അല്ലാഹു തആല വഴി മുടക്കൂല.
അവൻ റഹ്മാനായിട്ട് പിന്നെയാണ് റഹീമിനെ പറ്റി പറഞ്ഞത്. ബിസ്മില്ലാഹി റഹീമിർ റഹ്മാൻ എന്നല്ല, ബിസ്മില്ലാഹി റഹ്മാനി റഹീമാണ്. വഴിപ്പെട്ടവർക്കും വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും എല്ലാ അനുഗ്രഹവും ചൊല്ലി കൊടുക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കണം, മുസ്ലിം ആണെങ്കിൽ അള്ളാഹുവിന്റെ നിയമം പാലിക്കണം. കാഫിറാകാൻ സ്വാതന്ത്ര്യവുമുണ്ട്. അള്ളാഹു തന്നെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാഫിറാവുന്നതിനെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പറക്കപ്പറ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാഫിറാവിടെ സ്വാതന്ത്ര്യം ഉണ്ട്, അള്ളാഹു കാഫിറാവുന്നതിനെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. പറക്കപ്പറ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നാ മുസ്ലിം ആയാൽ അവൻ അവന്റേതല്ല. അവൻ മുസ്ലിം ആയാൽ അവൻ അവന്റേതല്ല, കാഫിറായാൽ അവൻ അവന്റേതാണ്. നിങ്ങളിന്റെ കൂടെ ഇല്ല. എന്താ മുസ്ലിമും കാഫിറും വ്യത്യാസം? കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റേതാണ്, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റേതല്ല. അവൻ ആരുടേതാണ്? അള്ളാഹിന്റേതാണ്. ഓഹോ, അപ്പൊ അള്ളാഹ് നിയമമാണ്, അള്ളാഹുവിന്റെ നിയമമാണ്. അപ്പോൾ അള്ളാഹു ഈ താടി കൊണ്ട് എന്ത് പറഞ്ഞ് 5 വക്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞ്, 5 വക്ത് നിസ്കരിക്കാത്തൊരു മുഅ്മിനെ ഹമുക്ക് എന്ന് പറഞ്ഞാൽ ഹമുക്കുകൾ കേസ് കൊടുക്കും. അവൻ ഹമുക്കിന്റെ എണ്ണത്തിൽ കൂട്ടിയാൽ ഹമുക്കുകൾ കേസ് കൊടുക്കും. ഹമുക്കിൽ ഞങ്ങൾ കൂട്ടില്ല. കാരണം ഹമുക്കുകൾ പറയും ഞങ്ങൾ അതിനേക്കാളൊക്കെ ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഉണ്ട്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ? പറയും മനുഷ്യന്മാർ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നെല്ലാസ്താദ് പറഞ്ഞതൊക്കെ പഴയ നല്ല നാടാണ്. നല്ല നാടിനെ ഇപ്പൊ പേടിക്കട്ടെ. നല്ല നാട് 90% നാശായി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നന്നായി നാശായി. ബലപ്പോഴത്തെ സാധുക്കൾക്ക് അറിയില്ല. എല്ലാം നന്നായാലും നാശായി, എല്ലാം നാശായാലും നന്നായി. കേരളത്തിൽ തഹജ്ജുദ് പോലും മുടക്കാതെ നിസ്കരിക്കുന്ന നാട്ടുകാരെന്നൊക്കെ ഞാൻ പറഞ്ഞു തരട്ടെ. ബാല്യക്കാരടക്കം തഹജ്ജുദ് നിസ്കരിക്കുന്ന നാട് കോഴിക്കോട് അങ്ങാടിയിലെ ഏകദേശം വീടുകളിൽ 2:30-3:30 മണിയായ ലൈറ്റ് ഉണക്കും. ഇത്രയേറെ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്ന ഒരു നാട് വേറെ ഉണ്ടാവില്ല കേരളത്തിൽ. ബാക്കി കൊടുത്താൽ പള്ളിയൊക്കെ പോയി കോഴിക്കോട്ടേക്ക്. അവിടെ ഈ കളിക്കുന്നതൊക്കെ ഇവിടുന്ന് ചെല്ലുന്ന ആളുകളാണ്, അവർ കളിക്കില്ല. കോഴിക്കോട്ടുകാരെന്ന് പറഞ്ഞാൽ വല്ലാത്ത അതുള്ള നാട്ടുകാരാണ്. നമ്മൾ ചിന്തിക്കണം. നമ്മൾ വിചാരിക്കുന്നത് വളരെ മോശപ്പെട്ട നാടായി കണക്കാക്കുന്ന കോഴിക്കോട് കേരളത്തിലെ മലബാറിലെ ഒരേ ഒരു കോർപ്പറേഷൻ അല്ലേ? മലബാറിലെ ഒരേ ഒരു കോർപ്പറേഷൻ ആണല്ലോ ഏത്? പറയും മനുഷ്യന്മാരെ, മലബാറിലെ വക്കീൽ മുനിസിപ്പാലിറ്റി അല്ലേ? മലബാറിലെ ഒരേ ഒരു കോർപ്പറേഷൻ ആണ് ഏത്? കോഴിക്കോട്. എന്താ കോഴിക്കോടിന്റെ അവസ്ഥ? ഈമാൻദാരി എന്നാണ്. ഈമാൻദാരി അറ്റപ്പുള്ളവര്, മര്യാദയുള്ളവര്, സുബഹി നിസ്കരിച്ചാൽ ഏകദേശം ഒരു 1/2 മണിക്കൂറെങ്കിലും പള്ളിയിൽ ഇരുന്ന് ഖുർആൻ ഓടുന്നവര്, നല്ല ജേലസും ഇൻസൈഡും ഒക്കെ ചെയ്ത കുപ്പായിട്ട് നടക്കുന്ന ചെറുപ്പക്കാരായിരിക്കും. പക്ഷെ അവര് കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കും. കൃത്യമായ കൊല്ലങ്ങളായി ജമാഅത്ത് മുടങ്ങാത്ത പരിഷ്കാരികളായ ചെറുപ്പക്കാരെ എനിക്ക് കോഴിക്കോട്ടങ്ങാടി അറിയും. കോഴിക്കോട്ടങ്ങാടിയിൽ 20 കൊല്ലമായി ദഅവത്ത് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്റെ അത്ഭുതമല്ല, നാട്ടിന്റെ അത്ഭുതമാണ്. അല്ലാഹു തആല നമ്മളെ നല്ലവരിൽ പെടുത്തട്ടെ. നോക്ക് ചിന്തിക്ക് മുഅ്മിനെ ചിന്തിക്ക്. നല്ല നാടുകളെ ഏകദേശം നാശമായിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? പടച്ചവനെ പറ്റിയുള്ള വിശ്വാസം മെല്ലെ മെല്ലെ കൽബിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അച്ചടക്കമുള്ള പെണ്ണുങ്ങൾ കേരളത്തിലെ ഏറ്റവും അച്ചടക്ക പെണ്ണുങ്ങൾ കുത്തിച്ചെറുക്കാരാണ്. ഏറ്റവും അച്ചടക്കമുള്ള പെണ്ണുങ്ങൾ കുത്തിച്ചെറുക്കാർ. നമ്മളെയൊക്കെ കുട്ടിക്കാലം മുതലേ അവർ 2-3 ഉയരത്തിൽ മൈതില് കുത്തിയിട്ടുണ്ട്. പെണ്ണുങ്ങൾ പുറത്ത് കാണിക്കൂല, മുഖം മൂടിയിട്ടല്ല നടക്കൂല കുറ്റിച്ചെറുക്കാർ. കോഴിക്കോടങ്ങാടിയുടെ ഹൃദയമാണ് കുറ്റിച്ചെറുക്കം. നിങ്ങൾക്കൊക്കെ അറിയാലോ. അവിടെയാണ് ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അടക്കുന്നത്. അവരാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദിമാരുണ്ടാക്കിയത് ഖാദി മുഹമ്മദ്. അല്ലാഹു ഒരു ദറജ ഏറ്റി കൊടുക്കട്ടെ. മുഅ്മിനെ ചിന്തിക്കണം. എന്നാൽ നാട്ടിൻപുറങ്ങളിൽ എന്തുണ്ടായി? എന്നാൽ അല്ലാഹുവിന്റെ ദീനിന്റെ ആഴം മെല്ലെ എടുത്തു പോയി. നിസ്കരിക്കാത്ത നാടുകൾ അനവധിയാണ്. ചില കുഗ്രാമങ്ങളിൽ നിസ്കാരം എന്നത് വെള്ളിയാഴ്ച ജുമഅയാണ്. ഈ കാലത്തും വെള്ളിയാഴ്ച ജുമഅ നിസ്കരിക്കും. ജമാഅത്ത് എന്ന ഒരു സംഗതി, ജമാഅത്ത് അല്ലാഹുവിന്റെ നിയമമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ
ഈ നോക്ക് അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ജീവിക്ക് ശ്വസിക്കൽ വേണം എന്നതുപോലെ മുഅ്മിന് നിലനിൽക്കാനുള്ള ഘടകമാണ് എന്ത്? നിസ്കാരം. ഞാൻ എന്തിനാ വർത്താനം പറയുന്നത്? അതൊരു പണി പോലും അല്ല. നിസ്കാരം പണിയല്ല. മരത്തുമ്മൽ കയറുന്ന ഒരാൾ പിടിക്കുന്നത് പോലെ. മരത്തുമ്മൽ നിൽക്കണമെങ്കിൽ പിടിക്കണ്ടേ? ഒന്ന് പറ മനുഷ്യ, പറയ മനുഷ്യന്മാരെ, മരത്തുമ്മൽ കയറിയ ഒരാൾക്ക് പിടിക്കണ്ടേ? പിടിക്കൽ ഒരു പണിയാണോ? അല്ല, അതൊരു അനിവാര്യതയാണ്. മരത്തുമ്മൽ കയറിയാൽ പിടിക്കൽ ഒരു കർമ്മമല്ല, അതൊരു അനിവാര്യതയാണ്. ജീവി ശ്വസിക്കുന്നു, ശ്വസനം ഒരു കർമ്മമല്ല, ഒരു അനിവാര്യതയാണ്. എന്നതുപോലെ ജീവിക്ക് ശ്വസനം അനിവാര്യമായതുപോലെ മുഅ്മിനിന്റെ ശ്വാസമാണ് എന്ത്? നിസ്കാരം. നിസ്കാരം ഒരു കർമ്മം പോലുമല്ല. നിസ്കാരം കർമ്മമല്ല. നിസ്കാരം ഒരു കർമ്മമല്ല. നിസ്കാരം നിലനിൽപ്പാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതൊരു കർമ്മം പോലുമല്ല, അതൊരു ബാധ്യതയാണ്. നിസ്കാരം ഒരു കർമ്മമല്ല. നിസ്കാരം പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈമാനെ നിലനിർത്തുന്ന വേറൊരു ഘടകവുമില്ല. ചിന്തിക്കണം. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك الدين القيم. യുദ്ധത്തിന് പോയി മഹാനായ സയ്യിദ്ന യൂശ, ഉറക്കെ പറ സയ്യിദ്ന യൂശ അലൈഹിസ്സലാം, മഹാനായ സയ്യിദ്ന യൂശ അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ടവർ അരീഹ പട്ടണത്തിലേക്ക് യുദ്ധത്തിന് പോയി. അരീഹ പട്ടണം അക്കാലത്ത് മുട്ടാളന്മാരായ യബൂസികളാൽ നിറക്കപ്പെട്ട ഒരു പട്ടണമായിരുന്നു. അവർ മുട്ടാളന്മാരും അള്ളാഹുവിന്റെ ശത്രുക്കളുമായിരുന്നു. അവർ വലിയ വലിയ മുട്ടാളന്മാരാണ്, അള്ളാഹിന്റെ ശത്രുക്കളാണ്. ഏതൊരു നന്മക്ക് എതിര് നിൽക്കുന്നവരായിരുന്നു യബൂസികൾ. യബൂസികളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി BC 14-ാം നൂറ്റാണ്ടിൽ യബൂസികളോട് യുദ്ധത്തിന് പോയി സയ്യിദ്ന മൂസ, ഉറക്കെ പറ സയ്യിദ്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരണത്തിന് ശേഷം അവർ തീയിൽ കഴിഞ്ഞുകൂടിയിരുന്ന കാലഘട്ടത്തിൽ, ആ തീവാസം അവസാനിക്കുന്ന സന്ദർഭത്തിൽ അവരുമായി ഇസ്രായേലികളുമായി അരീഹ പട്ടണത്തിലേക്ക് യുദ്ധത്തിന് പോയി ബഹുമാനപ്പെട്ട സയ്യിദ്ന യൂശ അലൈഹിസ്സലാം. അങ്ങനെ പട്ടണത്തിൽ ചെന്ന് യുദ്ധം നടത്തി. വളരെ ശക്തമായ യുദ്ധം. പട്ടണത്തിന്റെ മുക്കാൽ ഭാഗം ബഹുമാനപ്പെട്ടവർ പിടിച്ചടക്കി. പക്ഷേ മുക്കാൽ ഭാഗം ശ്രദ്ധിക്കണേ, മുക്കാൽ ഭാഗം പിടിച്ചടക്കിയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് നോക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിഅ ഇൽമിനെ തരട്ടെ. അപ്പോഴത്തിന് കാദത്ത് ശംസു അൻ തഗ്റുബ, സൂര്യൻ അസ്തമിക്കാൻ അടുത്തു. വകാന അലൈഹി സ്വലാത്തുൽ അസ്രി, ബഹുമാനപ്പെട്ട യൂശ നബിക്ക് അസ്ർ നിസ്കാരം നിർബന്ധമായിരുന്നു. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം, മനസ്സിലായില്ല. അരീഹ പട്ടണത്തിലേക്ക് യുദ്ധത്തിന് പോയി നബിയുല്ലാഹി യൂശ തന്റെ സൈന്യവും. അങ്ങനെ അവർക്ക് ഒരു നിസ്കാരം നിർബന്ധമാണ്, ഏത്? അസ്ർ നിസ്കാരം. അങ്ങനെ അദ്ദേഹം പിടിച്ചടക്കി മുക്കാൽ ഭാഗം അരീഹ പട്ടണത്തെ തന്റെ പരിധിയിലാക്കി. ദിവസം അസ്തമിക്കുകയാണ്. യബൂസികളെ 75% പുറത്താക്കി, പക്ഷെ ഫുള്ള് പുറത്താക്കിയിട്ടില്ല. ഇനിയും പുറത്താക്കണമെങ്കിൽ കുറച്ചുകൂടി നേരം എടുക്കും. പക്ഷേ അപ്പോഴത്തിന് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്ത്? വകാന അലൈഹി സ്വലാത്തുൽ അസ്രി, മഹാനവർഗൾക്ക് അസ്ർ നിസ്കാരം നിർബന്ധമായിരുന്നു. ഇനി ഒരു നിർവാഹമില്ല. നിങ്ങൾ നോക്കണേ, ഫകരിഹ അൻ തുഖ്ല അലൈഹി, അസ്ർ നിസ്കാരം ഖളയാകൽ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മേൽ അല്ലാഹു തആല ഫർളാക്കിയ നിസ്കാരമാണ് ഏത്? അസ്ർ. ഇനി ഒരു നിർവാഹമേ ഉള്ളൂ. ഫഖാല ലിശംസി ഖിഫി, നിങ്ങൾക്ക് അവിടെയാണ്. ആരോട്? ശംസിനോട്. സൂര്യൻ നിന്ന് കൊടുത്തു. ഈ ഹദീസിനെ ചില പണ്ഡിതന്മാർ പിൽക്കാലഘട്ടത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. 5.5 മണിക്കൂർ സൂര്യൻ നിന്നിട്ടുണ്ടാവുമെന്നാണ് ആധുനിക പണ്ഡിതന്മാർ ഇതിൽ നടത്തിയ ഒരു ഗവേഷണ പഠനം. ഈ അടുത്ത കാലത്ത് ഈ വിഷയത്തിലുള്ള ഒരു ഗവേഷണ പഠനം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരമാണ് പറയുന്നത്. 5.5 മണിക്കൂറെങ്കിലും സൂര്യൻ നിന്ന് കൊടുത്തു എന്നാണ്. സൂര്യൻ നിന്ന്. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ടവർക്ക് എന്തുണ്ട്? അസ്ർ നിസ്കാരമുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിനാ പോകുന്നത്. അസ്ർ നിസ്കാരമെങ്കിൽ പോകണമെങ്കിൽ പോട്ടെ എന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഒരു മുഅ്മിനായ മനുഷ്യന് ഈമാനോട് കൂടി ജീവിക്കണമെങ്കിൽ എന്തു വേണം? നിസ്കരിക്കണം. അപ്പോൾ എന്ത് ചെയ്ത്? സൂര്യനോട് പറഞ്ഞ് നില്ലവിടെ, അവിടെയാണ് നില്ല്.
സൂര്യൻ നിന്ന് കൊടുത്തു. 5.5 മണിക്കൂർ യുദ്ധം ചെയ്ത് യബൂസികളെ പുറത്താക്കി. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് അസർ കള്ളയാണെങ്കിൽ കള്ളയാവട്ടെ, ഞാനിപ്പോ അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹിന്റെ ശത്രുക്കളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന പണിയല്ലേ ചെയ്യുന്നത്, അസർ കള്ളയാണെങ്കിൽ കള്ളയാവട്ടെ എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു കാരണവശാലും നിസ്കാരം കള്ളയാക്കിയിട്ട് ജീവിക്കാൻ കഴിയൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് നോക്കുക, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതിനി വർത്താൻ പറയേണ്ട ആവശ്യമില്ല. മുഅ്മിനാണോ അവൻ അള്ളാഹു അവന് മേൽ ഫർളാക്കിയ നമസ്കാരം നിസ്കരിക്കണം. ചെറുപ്പക്കാരെ ചിന്തിക്കണം. നിസ്കാരം പോലെ ഒരു അമലില്ല, നിസ്കാരം പോലെ ഒരു അനിവാര്യതയും ഇല്ല. മുഅ്മിനെ ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. നിസ്കാരം പോലെ ഒരു സംഗതിയില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങോട്ട് നോക്ക്, മുത്ത് മുഹമ്മദ് മുസ്തഫ താങ്കൾക്ക് ഇങ്ങോട്ട് നോക്ക്. ബഹുമാനപ്പെട്ട റമളാനിൽ 40 വയസ്സ് പൂർത്തിയായി റമളാനിൽ മഹാനായ സയ്യിദുനാ ജിബ്രീൽ ഒരഭിപ്രായം റമളാൻ 17-ന്, ഒരഭിപ്രായം റമളാൻ 23-ന്, ഒരഭിപ്രായം റമളാൻ 27-ന് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്നിട്ട് പരിശുദ്ധ നുബുവത്ത് കൊടുത്ത് 5 ആയത്ത്. ഇങ്ങോട്ട് നോക്ക്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റഅ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആദ്യത്തെ 5 ആയത്തുകൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പഠിപ്പിച്ചു സയ്യിദുനാ ജിബ്രീൽ. അങ്ങനെ 5 ആയത്ത് പഠിച്ച് ഓടി വന്നു ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച ദിവസം ഓടി വന്ന് ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് വന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമെ ബഹുമാനപ്പെട്ടവർ അംഗീകരിച്ചു. അല്ലാഹു തആല മൂസാ നബിക്ക് ഇറക്കി കൊടുത്ത അതേ ആൾ തന്നെയാണ് ഇത്. സയ്യിദുനാ ജിബ്രീലാണ്. ഇതിന് പൂവത്താണ്. നിങ്ങൾ നബിയായിരിക്കുന്നു. അംഗീകരിച്ചു. ആര് അംഗീകരിച്ചു? വറഖ അംഗീകരിച്ചു. വറഖയുടെ ഒരു വകയിലെ പെങ്ങളായിരുന്നു. ബനു അസദ് ഖബീലയിൽപ്പെട്ട ഒരു ആളാണ് മഹാനായ വറഖ. വറഖ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു വ്യക്തിയാണെന്ന് പിന്നീട് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നബിയാണെന്ന് ബോധ്യപ്പെട്ടു. അത് കഴിഞ്ഞ് ളുഹറിന്റെ നേരമായി മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ റസൂലുള്ളാഹിയുടെ അരികിൽ വന്ന് ജബൽ അബീ ഖുബൈസിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി മുത്ത് മുഹമ്മദ് മുസ്തഫയെ. എന്നിട്ട് തന്റെ ചിറക് കൊണ്ട് ആ മലഞ്ചെരുവിൽ അടിച്ചു സയ്യിദുനാ ജിബ്രീൽ. ബഹുമാനപ്പെട്ട ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു തന്റെ സീറയിലെ മഹാനായ ഇബ്നു ഹിശാം തന്റെ സീറയിലെ അവിടെ എല്ലാം ഒരു ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും അതിൽ സഹകരിക്കുക, ആത്മാർത്ഥമായി സഹകരിക്കുക. അല്ലാഹു തആല എല്ലാ നിലയിലും വിജയിപ്പിക്കട്ടെ. ളുഹറിന്റെ നേരമായി ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് മലഞ്ചെരുവിൽ തന്റെ ചിറക് കൊണ്ടടിച്ചു സയ്യിദുനാ ജിബ്രീൽ. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഒരു വെള്ളം കൊണ്ട് പൊട്ടി. ആ ഉളൂഹിനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ കാണുന്ന വിധത്തിൽ ഉളൂ എടുത്തു മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. നോക്ക്. എന്നിട്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം യാ റസൂലല്ലാഹ്, ഞാൻ കാണിച്ചതുപോലെ നിങ്ങൾ wudu എടുക്കുക നബിയോട് പറഞ്ഞു. ഫതവല്ലഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വസല്ല നബിയുൽ മുസ്തഫ. ഇങ്ങനെ 2 നേരത്തെ നിസ്കാരം ബുക്റത്തം വഅശിയ 2 നിസ്കാരം മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം 1-ാം ദിവസം തന്നെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ പഠിപ്പിച്ചു എന്ന് ബഹുമാനപ്പെട്ട സീറത്ത് ഇബ്നു ഹിശാം അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കണം. വീട്ടിലേക്ക് പോയി മുത്ത് മുഹമ്മദ് മുസ്തഫ ഇസ്ലാം വിശ്വസിച്ചിട്ടുണ്ട്. മഹദിയായ ഖദീജത്തുൽ കുബ്ര ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിൽ ചെന്ന് ഖദീജ ബീവിയോട് തീയെ കൂട്ടിയിട്ട് മലഞ്ചെരുവിലേക്ക് വരികയും
ഖദീജ ബീവി കാണുന്ന വിധത്തിൽ വുളു എടുക്കുകയും ചെയ്തു മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഖദീജ ബീവി നോക്കി നിന്നു റളിയല്ലാഹു അൻഹാ. എന്നിട്ട് ഹബീബ് ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഖദീജ ഖദീജ മുന്നോടി വുളു എടുക്കും ഫതവല്ലഅത് ഫസല്ല നബിയുൽ മുസ്തഫ വസല്ലത്ത് മഅഹു. ഹബീബ നബി നിസ്കരിച്ചു, ഖദീജ ബീവി നിസ്കരിച്ചു. ഇബ്നു ഹിശാം അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, അത് ഇന്നത്തെ നമ്മുടെ 5 വഖ്ത് നിസ്കാരമല്ല, എന്നാലും ഈമാൻ കിട്ടിയ സ്ഥിതിക്ക് ഈമാനെ ബലപ്പെടുത്തുന്ന അമൽ അന്ന് തന്നെ ജല്ല ജലാലായ റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നീട്ടി നിങ്ങളോട് പറയുന്നില്ല. നിസ്കരിക്കാതെ ഒരു മുഅ്മിന് മുന്നോട്ടും കഴിയില്ല. അതിൽ ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഗൗരവമായ കാര്യം എന്താ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞ ഹദീസ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ ഹദീസ് കാണാം. എന്ത്? ബിലാലിനോട് ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ആളെ ഏൽപ്പിച്ച് പള്ളിയിൽ നിന്ന് പുറപ്പെടാൻ പലവട്ടവും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്തിന്? ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പിന്തുണ ആളുകളുടെ വീട് ചുറ്റുകരിക്കാൻ എന്ന് മുഹമ്മദ് മുസ്തഫ അവരെ വീട് ചുറ്റുകരിക്കാൻ പലവട്ടവും ഞാൻ കരുതി. അവരെ വീട്ടിൽ കുട്ടികളും പെണ്ണുങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ അവരെ വീട് ഞാൻ ചുട്ടുകരിക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വീട് ചുടുക മുത്ത് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വീട് ചുടുക. ആരാണ് ഈ വീട് ചുടാം എന്ന് വിചാരിച്ചത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. കരുണാവാരിധിയായ മുഹമ്മദ് മുസ്തഫ, കരുണക്കടലായ മുഹമ്മദ് മുസ്തഫ, കരുണയുടെ കേന്ദ്രമായ അല്ലാഹു നമുക്ക് നൽകിയ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഹബീബ് എന്ന് വിചാരിച്ച് ഞാൻ അവരെ വീട് ചുട്ടുകരിക്കണമെന്ന് പലവട്ടം കരുതിയിട്ടുണ്ട്. അവരെ വീട്ടിൽ പെണ്ണുങ്ങളും കുട്ടികളും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അവരെ വീട് ചുട്ടുകരിക്കുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ 2 കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1 5 വഖ്ത് നിസ്കാരം, അതിൽ ഒരു നിലക്കോ മതിക്കരുത്. നിസ്കാരത്തിന് വരുവീൻ, വിജയത്തിന് വരുവീൻ എന്ന് സയ്യിദുനാ ബിലാൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ചൊല്ലിക്കൊടുത്ത് മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് സയ്യിദുനാ ബിലാൽ ഹയ്യാലസ് സ്വലാഹ് ഹയ്യാലൽ ഫലാഹ്, അല്ലാഹു തആല നിസ്കരിക്കാൻ വരൂ, വിജയത്തിന് വരൂ എന്ന് ജല്ല ജലാലായ റബ്ബിന്റെ കൽപ്പന മുത്ത് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഞാൻ നിങ്ങൾക്കൊരു അത്ഭുതകരമായ കാര്യം പറഞ്ഞുതരാം. ഈ ഒരു വാക്കിന്റെ വിശദീകരണം. ഏത് വാക്കിന്റെ വിശദീകരണം? നല്ല ഉഷാറിൽ തന്നെ അല്ലേ? നിങ്ങൾ നല്ല ഉഷാറിലല്ലേ? നിങ്ങൾ നല്ല ഉഷാറിൽ തന്നെ അല്ലേ? പറയാൻ നിങ്ങൾ നല്ല ഉഷാറിലല്ലേ? ശരി ശരി ശരി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളി ആളാണ് നിസ്കാരത്തിന് വരുവീൻ, വിജയത്തിന് വരുവീൻ. എന്താണ് ഈ വിജയം? എന്താണ് ഈ വിജയം? മഹ്ശറിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരായി കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്ന ഒരേ ഒരു കാര്യം സുജൂദാണ്. അള്ളാഹു അത് അവിടെ സുജൂദ് ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരേ ഒരു കാര്യം. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അള്ളാഹുവിന്റെ കോടതിയിൽ മനുഷ്യർ ഒരുമിച്ച് കൂടിയാൽ അള്ളാഹു മനുഷ്യരോട് പറയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ എന്റെ മുന്നിൽ സുജൂദ് ചെയ്യുക. അന്ന് ദുനിയാവിൽ സുജൂദ് ചെയ്ത് പതിവാക്കി കടമ വീട്ടിയ ആളുകൾക്കല്ലാതെ ആ ദിവസം സുജൂദ് ചെയ്യാൻ കഴിയുകയില്ല. അല്ലാഹു തആല കടമ വീട്ടാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇങ്ങോട്ട് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ ഒരുമിച്ച് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയും, നിങ്ങൾ എന്റെ മുന്നിൽ ഒന്ന് സുജൂദ് ചെയ്യൂ. എന്നാൽ ദുനിയാവിൽ സുജൂദ് ചെയ്യാത്ത ആളുകൾക്ക്, ദുനിയാവിൽ സുജൂദിൽ കടമുള്ള ആളുകൾക്ക്, ദുനിയാവിലെ സുജൂദിനെ പരിഗണിക്കാത്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ സുജൂദ് ചെയ്യാൻ കഴിയുകയില്ല.
എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? എന്താ ഈ സുജൂദ് എന്ന് പറഞ്ഞതിന് വല്ലാത്തൊരു അവസ്ഥ ഉണ്ട്. സുജൂദ് എന്നത് സാധാരണ ഒരു മനുഷ്യന് അള്ളാന്റെ കോടതിയിലെത്തിയാൽ സാധാരണ നിലയിൽ സുജൂദ് ചെയ്യാൻ കഴിയൂല. ഞാൻ സുജൂദിനെ നിങ്ങൾക്ക് സിംബോളിക്കായി ഒന്ന് കാണിക്കാം. അള്ളാന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടിയ മനുഷ്യന്മാരോട് മുഴുവൻ അള്ളാഹു തആല പറയാ, നിങ്ങൾ എന്റെ മുന്നിലൊന്ന് പറയും, നിങ്ങൾ എന്റെ മുന്നിലൊന്ന് സുജൂദ് ചെയ്യണമെന്ന്. യൗമ യുക്ശഫു അൻ സാഖ് വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. അള്ളാന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അള്ളാഹു തആല അള്ളാന്റെ അടിമകളോട് പറയും, വയുദഊന, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കപ്പെടും, ഇല സുജൂദി, സുജൂദിലേക്ക്. ഫലാ യസ്തതിഊന, ദുനിയാവിലെ സുജൂദ് കടമാക്കിയ ആളുകൾക്ക് പരലോകത്ത് സുജൂദ് ചെയ്യാൻ സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഈ സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഈ സുജൂദ് എന്ന് പറഞ്ഞതിന്റെ വിഷയം എന്താ ചെയ്യുന്നത്? ഒരു അവയവവും അടുത്ത അവയവവും തമ്മിൽ കൈഫിയത്തിൽ വ്യത്യാസപ്പെടുത്തിയാൽ മാത്രമേ സുജൂദ് ചെയ്യാൻ കഴിയുള്ളൂ. ഉദാഹരണം പറയാം, സുജൂദ് ഈ കാലിനെ നേരെ നാട്ടി വെക്കണം. അത് കഴിഞ്ഞാൽ ആണ് പിന്നെ എന്ത്? കണങ്കാല് കടത്തി വെക്കണം. അടുത്ത അവയവമാണ് തൊടയലിന് വീണ്ടും നാട്ടി വെക്കണം. അടുത്ത അവയവമാണ് മുതുകല്ല് കടത്തി വെക്കണം. അടുത്ത അവയവമാണ് കഴുത്തല്ല് വളച്ചു വെക്കണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഒരവയവം തൊട്ട് കിടക്കുന്ന അവയവവും തമ്മിൽ വിധത്തിൽ വ്യത്യാസപ്പെടുത്തിയാലല്ലാതെ സുജൂദ് ചെയ്യാൻ മനസ്സിലായില്ല, സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഉദാഹരണം പറയാം, ഇത് നാട്ടി വെക്കണം. ഇത് നാട്ടി വെച്ചിട്ട് ഈ കാലിനെ ഇത് നാട്ടി വെക്കണം. ഇത് നാട്ടി സുജൂദ് എന്നാൽ ഇത് നാട്ടി വെച്ച് ഇതോ കടത്തി, പിന്നെ ഇതോ നാട്ടി, പിന്നെ ഇതോ കടത്തി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലാവണ്ട പറഞ്ഞത്? കാൽപ്പാടത്തിന്റെ എല്ല് നാട്ടി വെക്കും, കണങ്കാലിന്റെ എല്ല് കടത്തി വെക്കും, തൊടയല്ല് നാട്ടി വെക്കും, മുതുകല്ല് കടത്തി വെക്കും, കഴുത്തല്ല് വളച്ചു വെക്കും, എന്നിട്ട് ജബഹത്തിൽ മണ്ണിൽ വെക്കും. അങ്ങനെ തന്നെയല്ലേ? പറയും, മനസ്സിലായോ? ദുനിയാവിൽ സുജൂദിനെ ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഫാസിലുകൾ പരലോകത്ത് തരൂല എന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എല്ലാ മുഫസ്സിലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതായത് സന്ധി ബന്ധങ്ങൾ നിസ്കാരം പതിവാക്കിയ ആളുകൾക്ക് മാത്രമാണ് പരലോകത്ത് സന്ധി ബന്ധങ്ങൾ ഉണ്ടാവുക. അല്ലാത്തവർക്ക് ജഅലല്ലാഹു ജസദഹു അളമൻ വാഹിദൻ, അവനെ ശരീരം മൊത്തം ഒരു എല്ലാക്കി മാറ്റും. കിടക്കാൻ കഴിയും. എന്തിനു കഴിയില്ല? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. കിടക്കാൻ കഴിയും. എന്തിനു കഴിയില്ല? സുജൂദിന് കഴിയില്ല. കിടക്കലല്ലല്ലോ സുജൂദ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. യൗമ യുക്ശഫു അൻ സാഖിൻ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യൻ ഓടാൻ ഒരുങ്ങുന്ന ദിവസം. വയുദഊന, അവരെ ക്ഷണിക്കപ്പെടും, ഇല സുജൂദി, സുജൂദിലേക്ക്. ഫലാ യസ്തതിഊന, അന്ന് ഭൂരിഭാഗം ആളുകൾക്കും അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കഴിയൂല. നിങ്ങളെ ചിന്തിക്കണം. എന്തുകൊണ്ട്? സുജൂദ് പതിവല്ലാത്ത ആളുകളെ മൊത്തം ശരീരം അല്ലാഹു തആല ഒരു എല്ലാക്കി മാറ്റും. അപ്പോൾ അവർക്ക് എന്ത് നടക്കൂല? എന്ത് നടക്കൂല? സുജൂദ് എങ്കിൽ അല്ലാഹു തആല കാക്കട്ടെ. അതാണ് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരുവീൻ, വിജയത്തിലേക്ക് വരുവീൻ. നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. നമ്മളോട് പരിചയമുള്ള പല ആളുകളും അള്ളാന്റെ കോടതിയിൽ സുജൂദ് ചെയ്യും. നമുക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഭാര്യ സുജൂദ് ചെയ്യും, ഭർത്താവ് ഇങ്ങനെ നിൽക്കും. മകൻ സുജൂദ് ചെയ്യും, ബാപ്പാക്ക് കഴിയില്ല. അല്ലെങ്കിൽ ബാപ്പ സുജൂദ് ചെയ്യും. മനസ്സിലാവേണ്ട പറഞ്ഞത്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. ഈ ആയത്തിന്റെ തൊട്ടടുത്തതായി പറയുന്നത് വഖദ് കാനൂ യുദഊന ഇല സുജൂദി. ഈ മനുഷ്യരെ അല്ലാഹു തആല അള്ളാന്റെ കൽപ്പന പ്രകാരം ഇവരെയെല്ലാം സുജൂദിലേക്ക് വിളിക്കപ്പെടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. വഹും സാലിമൂന, അവർക്ക് നല്ല നിലക്ക് സുജൂദ് ചെയ്യാൻ അന്ന് കഴിഞ്ഞിരുന്നു. പക്ഷേ ആ കാലത്ത് അവർ സുജൂദ് ചെയ്തില്ല. മനസ്സിലാണ്ട് പറഞ്ഞ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതായത് സുജൂദിനെ നിസ്സാരവൽക്കരിച്ചാൽ ഒരു കാരണവശാലും അള്ളാഹുവിന്റെ കോടതിയിൽ സുജൂദ് ചെയ്യാൻ കഴിയില്ല. അതാണ് നിസ്കാരം എന്നത് ഒരു കാരണവശാലും നിസ്സാരമായ ഒരു കാര്യമായി കാണേ ചെയ്യരുത്. 5 വഖ്ത് എന്ത് പ്രയാസമുണ്ടെങ്കിലും നിസ്കരിക്കണം. അത് വളരെ കണിശാണ്.
അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം നിലനിർത്താൻ കഴിയൂല. ചിന്തിക്ക്. ബഹുമാനപ്പെട്ട സൂറത്ത് ത്വാഹയിൽ കാണാൻ ഒരു ആയത്ത്. ഇനി നിസ്കാരത്തിന്റെ പ്രത്യേകത എന്താ? നിസ്കാരത്തിന്റെ പ്രത്യേകത എന്താ? നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് റിസ്ഖാണ്. 5 വക്ത് നിസ്കരിക്കുന്ന ആളുകൾ അള്ളാഹുലേക്ക് കൈവന്ദിച്ചാൽ അവർ റിസ്ഖിന് കൊടുങ്ങൂല, അവർ പരാജയപ്പെടൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കേട്ടോളൂ ഒരായത്ത്. ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى وأمر أهلك للصلاة وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. الله نمك توفيق ترى. ولا تمدن عينيك إلى ما متعنا به أزواجا منهم. ഈ ദുനിയാവിലെ പല കുടുംബങ്ങൾക്കും ഞാൻ പല സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അതിലേക്ക് നീ അസൂയയോടുകൂടെ നോക്കേണ്ടതില്ല. എന്തിനാണ് ഞാൻ പലർക്കും പല സൗകര്യം ചെയ്തു കൊടുത്തത്? അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാ. അതായത് പല ഭൗതികമായ സൗകര്യങ്ങളും പല കുടുംബങ്ങൾക്കുണ്ട്, പല വ്യക്തികൾക്കുണ്ട്. ാറ്റുണ്ട്, ബർലക്കുണ്ട്, പലർക്കുണ്ട്. അതൊന്നും കണ്ട് നീ വേവലാതിപ്പെടേണ്ട. നിന്റെ റബ്ബായ ഞാൻ നിനക്ക് തൃപ്തിപ്പെട്ട് തരുന്ന റിസ്ഖുണ്ടല്ലോ, ഖൈറുൻ, അത് ഖൈറാണ്, അത് നിലനിൽക്കുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ല ഉഷാറിലാണെങ്കിൽ ഈ ആയത്തിന്റെ അർത്ഥം ഒന്നും കൂടി ഞാൻ കൂട്ടി പറഞ്ഞു, ഒന്നും കൂടി ഞാൻ നീട്ടി പറഞ്ഞു. നല്ല ഉഷാറിലാണെങ്കിൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. നോക്ക്, വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. ഇങ്ങോട്ട് നോക്ക്. وَرِزْقُ رَبِّكَ خَيْرٌ وَأَبْقَى وَرِزْقُ رَبِّكَ خَيْرٌ وَأَبْقَى. നിന്റെ റബ്ബിന്റെ റിസ്ക് ഖൈറുമാണ്, അബ്ഖ നിലനിൽക്കുന്നതാണെന്ന് എങ്ങനെ പറയാ? ദുനിയാവെന്നെ നിലനിൽക്കൂല, പിന്നെ എങ്ങനെ റിസ്ക് നിലനിൽക്കും? നിങ്ങൾ എന്റെ കൂടെ ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊന്നും ഉഷാറിലിരിക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്? ഞാൻ പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ജനങ്ങളെ, നിലനിൽക്കാത്ത സാധനമാണ് എന്ത്? ദുന്യാവ്. ദുന്യാവിലെ ഭക്ഷണം നിലനിൽക്കൂല, ദുന്യാവിലെ വെള്ളം നിലനിൽക്കൂല, ദുനിയാവിലെ സുഖം നിലനിൽക്കൂല, ദുനിയാവിലെ സൗകര്യം നിലനിൽക്കൂല. ഉറപ്പല്ലേ? ഒന്ന് അത് സമ്മതിക്ക്. അത് ഉറപ്പാണോ അല്ലേ? ഉറപ്പാണോ അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് എന്ത്? വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. നിന്റെ റബ്ബ് നിനക്ക് ഇഷ്ടപ്പെട്ട് തരുന്ന റിസ്ക് ഖൈറുൻ, അതാണ് ഖൈറ്, വഅബ്ഖാ, അത് നിലനിൽക്കുകയും ചെയ്യും. അതെങ്ങനെ പറയാ? കാരണം ദുനിയാവ് തന്നെ നിലനിൽക്കാതിരിക്കുമ്പോൾ റിസ്ക് നിലനിൽക്കുമോ? മറുപടി, ഇനി അള്ളാഹ് പറയുന്ന കൽപ്പന പാലിക്കുന്ന ഒരാൾക്ക് റിസ്ക് മുറിയേയില്ല. അവന് ഖബറിൽ റിസ്ക് ഉണ്ടാവും, മാഷറിൽ റിസ്ക് ഉണ്ടാവും, അർശിന്റെ തണലിൽ റിസ്ക് ഉണ്ടാവും. സ്വർഗം റിസ്കിന്റെ കേന്ദ്രമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ എന്ന് പറഞ്ഞാൽ നിന്റെ റിസ്ക് മുറിയാത്ത കോലത്തിലാക്കി തരാം എന്നർത്ഥം. ദുനിയാവ് മുറിയും, എന്ത് മുറിയൂല? മുഅ്മിനായ മനുഷ്യന്റെ റിസ്ക് മുറിയില്ല. അതിന് എന്ത് ചെയ്യണം? വഅ്മുർ അഹ്ലക ബിസ്സലാ. നീ നിസ്കരിച്ചാ പോരാ, നിന്റെ കുടുംബത്തിനെ കൊണ്ടും നിസ്കരിപ്പിക്കണം. സൂറത്ത് ത്വാഹ. അപ്പോൾ ഒരു മനുഷ്യന്റെ ഭക്ഷണം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ദുനിയാവിലെ ആഖിറത്തിൽ അവന് ഭക്ഷണം കിട്ടണമെങ്കിൽ അവനും നിസ്കരിക്കണം. അവനും നിസ്കരിക്കണം, അവന്റെ കുടുംബത്തെ കൊണ്ട് അവൻ നിസ്കരിപ്പിക്കുകയും ചെയ്യണം. അതിന്റെ മേൽ ക്ഷമിച്ച് നിലകൊള്ളണം. കാരണം മക്കളെ കൊണ്ടും ഭാര്യയെ കൊണ്ടും നേരത്ത് നിസ്കരിപ്പിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ക്ഷമ വേണം. സുബഹിയുടെ നേരത്ത് തള്ളെ മക്കളെ എണീപ്പിച്ച് നിസ്കരിപ്പിക്കണമെങ്കിൽ ബാപ്പാക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നിട്ട് അല്ലാഹ് പറയുന്നത്, നിന്നോട് ഞാൻ റിസ്ക് ചോദിക്കുന്നില്ല, നിനക്ക് ഞാൻ നല്ല റിസ്ക് തരാം. നീ എന്ത് ചെയ്താൽ മതി? നീയും നിസ്കരിക്കുക, നിന്റെ കുടുംബത്തിലുള്ളവരും നിസ്കരിക്കുക. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം, കുടുംബത്തിൽ അള്ളാഹുവിന്റെ റിസ്ക് വരാനുള്ള മാർഗമാണ് എന്ത്? നിസ്കാരം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പൊ 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന വീട്ടിൽ കുഴങ്ങൂലെന്നർത്ഥം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എവിടെ പൊട്ടിയാലും ദുബായിൽ സാമ്പത്തിക പരാധീനം ഉണ്ടായാലും അവരുടെ വീട്ടിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അവർ വിചാരിച്ച ചാനൽ അല്ലാത്തൊരു ചാനൽ അല്ലാഹു റിസ്ക് കൊടുക്കും. ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. എന്തൊക്കെ അള്ളാന്റെ വാഗ്ദാനം എന്ന് അറിയോ? ഒന്ന്, നിന്റെ റിസ്ക് നിലനിർത്തി തരാം. നിനക്ക് ഇവിടെ റിസ്ക് ഉണ്ടാവും, മയ്യത്ത് കട്ടിലും ഉണ്ടായേക്കാം. കാരണം റിസ്ക് മുറിയൂല എന്നാ പറഞ്ഞത്. വറിസ്ഖു റബ്ബിക ഖൈറുൻ
നിലനിർത്തി തരാം. മയ്യത്ത് കട്ടിലും റിസ്ക് കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതെങ്ങനെയാണ് അതൊന്നും എനിക്കറിയില്ല. നിലനിർത്തി അള്ളാഹു തല നിലനിർത്തി തരും. പിന്നെയോ പിന്നെ ഖബറും സന്തോഷാക്കി തരും. പുതിയാപ്പളെ പോലെ ഉറങ്ങിക്കോന്നാണ് മഹാന്മാരായ മലക്കുകൾ. പുതിയാപ്പളെ പോലെ ഉറങ്ങണമെങ്കിൽ തിന്നാൻ കിട്ടണ്ടേ? പട്ടിണി കിടന്ന് പുതിയാപ്പള ഉറങ്ങോ? നിങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ റബ്ബേ. ഒരു മനുഷ്യൻ നല്ലോനാണെങ്കിൽ മലക്കുകൾ ഖബറിൽ വന്ന് പറയണ്ട, നമുക്കനോമത്തിൽ ആറൂസ് പുതിയാപ്പളെ പോലെ ഉറങ്ങിക്കോന്ന് അവനോട് പറയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏതെങ്കിലും ഒരു പുതിയാപ്പള പെണ്ണിന്റെ വീട്ടിൽ മുഅ്മിനീങ്ങളെ ഒരു പുതിയാപ്പള തിന്നാതെ കിടന്നുറങ്ങോ? നീ ഏതെങ്കിലും പുതിയാപ്പള ഭാര്യയോടെ വീട്ടില് ഭാര്യയുടെ കട്ടില് തിന്നാതെ കിടന്നുറങ്ങിയാൽ ആ കല്യാണം നിലനിൽക്കൂ? അത് ഒന്നാം സൽക്കാരം കഴിഞ്ഞോടുകൂടെ പറ എന്നും പറയും മനുഷ്യന്മാരെ. അതെങ്ങാനും അമ്മായി പറഞ്ഞാൽ മതി. എത്ര നല്ല ചുരുക്കുണ്ടായാലും അത് ഇന്നത്തോടുകൂടെ സ്ഥലം പറയാം. എന്റെ കുട്ടിയെ അവര് പട്ടിണി കിടത്തിയതുകൊണ്ട് അവളെ നീ ഇങ്ങോട്ട് വെച്ചൂലെന്ന് അറിയാം. അപ്പൊ പുതിയാപ്പിളെ പോലെ ഉറങ്ങിക്കോന്ന് പറഞ്ഞാൽ പട്ടിണി കടന്നുറങ്ങിക്കോന്നൊന്നല്ല. എന്താണ് തീറ്റാൻ അത് എനിക്കറിയൂല. എനിക്ക് ഇതിന്റെ അടിയത്തെ കാര്യം ഒന്നും അറിയില്ല. ഇവിടുത്തെ കാര്യം തന്നെ ഫുൾ അറിയാത്ത ഒരാൾക്ക് എങ്ങനെ ഇതിന്റെ അടിയത്തെ കാര്യം അറിയോ? പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മുഅ്മിൻ അങ്ങനെ വെറുതെ ഒന്നുമില്ല. മുഅ്മിന് അല്ലാഹു തആല എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വറക്കബർ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പിന്നെ അതൊക്കെ അല്ലാഹു തആല തുറന്നു കൊടുക്കും. സ്വർഗത്തിലേക്ക് അവന്റെ സ്വർഗത്തിൽ നിന്ന് അവന് ഒരു നാഫിദത്തിനെ തുറന്നു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല അനുഭവിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. എന്ത് വേണം? നമ്മൾ നിസ്കരിക്കുകയും നമ്മളെ മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കുകയും ചെയ്യും. അതിൽ യാതൊരു അമർദ്ദവും കാണിക്കും. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരവാദിയായ ഇംപീരിയലിസ്റ്റാണ് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. 6 ലക്ഷം പട്ടാളമാണ് ഫിർഔന്റെ പട്ടാളക്കൂട്ടം. നിങ്ങൾക്കറിയൂലേ? ആ കാലഘട്ടത്തിലെ ലോകത്തെ ഏറ്റവും വലിയ നിഷ്ഠുരനാണ് ഫറോവ എന്ന റാംസിസ് രണ്ടാമൻ. അള്ളാഹു നിഷ്ഠുരന്മാരെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കുക, മഹാനായ സയ്യിദുനാ മൂസ, ഈ മൂസാ നബി എങ്ങനെയാണ് വിജയിച്ചത്? പരിശുദ്ധ ഖുർആനിൽ എടുത്തു നോക്ക്. മൂസാ നബി കയറി വന്നപ്പോ കളിയാക്കി, ഇവനോ നമ്മളോട് എതിരിടാൻ. ഇവന്റെ കുടുംബം നമുക്ക് അടിമപ്പണി ചെയ്യുകയല്ലേ? ഇവന് നമ്മോട് കയറി വന്ന് പ്രഭാഷണം നടത്താൻ എന്തധികാരമെന്ന് മൽഊനായ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. എല്ലാ ശത്രുക്കളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശരി, ഇങ്ങോട്ട് നോക്കി. എന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ ജയിച്ചു. ഓരോ ഈ പറയുന്നതിൽ ഒരു ഉള്ളുണ്ട്. ഏത് കാലഘട്ടത്തിലെയും ശത്രു പരാജയപ്പെടണമെങ്കിൽ റോട്ടുമ കൂടെ നമ്മൾ സിന്ദാബാദ് വിളിച്ചിട്ട് മാത്രം കാര്യമില്ല. അതൊക്കെ ചെയ്യേണ്ടതല്ലേ? ഒക്കെ ചെയ്യേണ്ടെന്നൊന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണ്. ചെയ്യുന്ന വേണം, സമരം ചെയ്യണം. പക്ഷേ സമരം കേവലമുള്ള മാധ്യമമാണ്, അവലംബമല്ല. അവലംബം ആരാണ്? അല്ലാഹു. അല്ലാഹു ഇടപെടണമെങ്കിൽ ഇങ്ങോട്ട് നോക്ക്. വഅൗഹൈനാ ഇലാ മൂസാ വഅഖി അൻ തബവ്വഅ ലിഖൗമികുമാ ബിമിസ്റ ബുയൂതൻ വജഅലൂ ബുയൂതകും ഖിബ്ല വഅഖീമുസ്സലാ. മൂസാ നബിയോടും ഹാറൂൻ നബിയോടും അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ വാതിൽ അടച്ച് നിസ്കരിച്ചാണ്. എന്തുകൊണ്ട്? പുറത്ത് നിസ്കരിക്കാൻ സമ്മതിക്കൂല. ആര്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പുറത്ത് നിസ്കരിക്കാൻ സമ്മതിക്കൂല. ആര്? ഫിറൗന്. ചിന്തിക്കണം കേട്ടോ. വഅൗഹൈനാ ഇലാ മൂസ, ഫറോവയുടെ ഉപദ്രവം കഠിനമായപ്പോൾ വഅൗഹൈനാ ഇലാ മൂസ, മൂസാക്ക് നാം വഹി അറിയിച്ചു. അഖീഹി, തന്റെ സഹോദരനായ ഹാറൂൻ നബിക്ക് വഹി അറിയിച്ചു. എന്ത്? അൻ തബവ്വഅ ലിഖൗമികുമാ ബിമിസ്റ ബുയൂതൻ, നിങ്ങൾ വീടുകൾ ഉണ്ടാക്കുക, കെട്ടി ഉണ്ടാക്കിയ ചില വീടുകൾ ഉണ്ടാക്കുക. എന്നിട്ട് വജഅലൂ ബുയൂതകും ഖിബ്ലാ وأقيموا الصلاة وأوحينا إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا وجعلوا بيوتكم قبلة وأقيموا الصلاة. വീടടച്ച് നിസ്കരിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ച ആരോട്? മഹാനായ സയ്യിദുനാ മൂസ. വല്ലാതെ നീണ്ടില്ല, നശിച്ചു പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ നീട്ടുന്നില്ല. അള്ളാഹു ഏത് ശത്രുവിനെ പരാജയപ്പെടുത്താണെങ്കിലും മുസ്ലിമീങ്ങൾ കൃത്യമായി എന്ത് ചെയ്തിരിക്കണം? 5 വഖത്ത് നിസ്കരിക്കണം. ഈ ചാപ്റ്ററിലേക്ക് ഒരൊറ്റ പോയിന്റ് കൂടി പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. നിങ്ങൾക്ക് നേരം വൈകിട്ടുണ്ടോ? ഒരൊറ്റ കാര്യം. ബഹുമാനപ്പെട്ട സൂറത്തുൽ അലഖല്ലേ ആദ്യം ഇറങ്ങിയത്? ഈ ആയത്തിന് അവിടെ ലേശം ഒന്നിങ്ങനെ വന്ന് നോക്ക്. അവിടെ ഒരു ആയത്ത് കാണുന്നുണ്ട്. അതിന്റെ പകുതി എത്തിയാൽ പിന്നെ അവസാനം വരെ നിസ്കാരം.
عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب. ഈ സൂറത്തിന്റെ പകുതി ഭാഗം, അതായത് കാലം ഒരു 10-30% കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുക എന്റെ വിഷയം മുത്തു മുഹമ്മദ് മുസ്തഫ രാവിലെയും വൈകുന്നേരം 2 നേരത്തെ നിസ്കാരം പഠിപ്പിച്ചു സയ്യിദുന ജിബ്രീൽ. 5 വക്ത് നിസ്കാരമല്ല, 5 വക്ത് നിസ്കാരം വരുന്നത് 52-ാമത്തെ വയസ്സിലാണ്. അതിനു മുമ്പ് ബുക്റത്തൻ ഫാഷിയൻ ഒരു നിസ്കാരം ഉണ്ടായിരുന്നു മുത്തു മുഹമ്മദ് മുസ്തഫക്ക്. ആ നിസ്കാരത്തിന് വേണ്ടി കഅബാലയത്തിന്റെ അടുത്ത് വരുമായിരുന്നു മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, എന്ത് ഇനി എങ്ങാനും മുഹമ്മദ് നിസ്കരിക്കാൻ വേണ്ടി കഅബയുടെ അടുത്തേക്ക് വന്നാൽ മുഹമ്മദിന്റെ പിരടിയിൽ ഞാൻ ചവിട്ടും എന്ന് പറഞ്ഞു സല്ലല്ലാഹു. മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ പെരടി ചവിട്ടും എന്ന് പറഞ്ഞു. ആര്? നിസ്കരിക്കാൻ വേണ്ടി സുജൂദിൽ എങ്ങാനും കിടന്നാൽ ഇനി മുഹമ്മദിന്റെ പെരടി ചവിട്ടുമെന്ന് പറഞ്ഞു. ആര്? അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോൾ അവനെ എതിർത്തുകൊണ്ടിറങ്ങിയ ആയത്ത അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല. എന്റെ അബ്ദ് നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരുത്തൻ തടയാൻ നടക്കുകയാണത്രേ. അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വ അറഅയ്ത ഇൻ കദ്ദബ വതവല്ല അലം യഅലം ബിഅന്ന. അടുത്ത വാക്ക് ഈ ജാതി നിസ്കരിക്കുന്നവരെ തടയുന്ന പണി ഇവൻ നിർത്തിയിട്ടില്ലെങ്കിൽ അവന്റെ മൂർത്താവിനെ പിടികൂടിയിട്ട് അവനെ വലിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിസ്കരിക്കുന്ന മുഹമ്മദ് മുസ്തഫ തങ്ങളെ തടയാൻ എങ്ങാനും അവൻ വന്നാൽ അവന്റെ കുടുംബ പിടിച്ച് അവനെ മക്കാങ്ങടിയിലൂടെ മലക്കുകൾ വലിക്കും. നബിയെ കല്ലാലാത്തു, നിങ്ങൾ അതൊന്നും കണക്കാക്കണ്ട. വസ്തുത നിങ്ങൾ പരമാവധി എന്ത് ചെയ്യാ? സുജൂദ് ചെയ്യാം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ആ വിഷയം ക്ലോസ് ചെയ്യാം. നിങ്ങൾ ചിന്തിക്കണം, നമുക്ക് എങ്ങനെ മുന്നോട്ട് വന്ന് നിസ്കരിക്കണം. നിസ്കാരം പോലെ അതെല്ലാം ചെയ്യാം. മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾ പമ്പൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഉടനെ ഇറങ്ങിയ മറ്റൊരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. എന്താ പറഞ്ഞത്? യാ അയ്യുഹൽ മുസമ്മിൽ قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا. രാത്രിയുടെ പകുതി നേരം തഹജ്ജുദ് നിസ്കരിക്കാൻ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് കൽപ്പനയുണ്ടായി. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിസ്കാരം വിജയത്തെ അല്ലാതെ കൊണ്ടുവരൂല. ആകാശത്ത് നടക്കുന്ന ഏറ്റവും വലിയ അമൽ നിസ്കാരമാണ്. ഭൂമിയിൽ നടക്കുന്ന ഏറ്റവും വലിയ അമൽ നിസ്കാരമാണ്. മഹ്ശറിൽ ചെന്ന ഏറ്റവും വലിയ കാര്യം നിസ്കാരമാണ്. മക്ക ഫതഹായപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ചെയ്ത ആദ്യത്തെ കാര്യം നിസ്കാരമാണ്. മദീനയിൽ ചെന്നപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ ആദ്യമായി ചെയ്തത് നിസ്കാരത്തിന് പള്ളി ഉണ്ടാക്കില്ല. നിസ്കാരം പോലും ഒരു അമലില്ല. അതുകൊണ്ട് നിസ്കാരത്തിൽ അമാന്തം കാണിക്കരുത്. എല്ലാ വിജയവും നിസ്കാരം കൊണ്ട് റിസ്ക് ഉണ്ടാവും, നിസ്കാരം കൊണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഏത് ശത്രുവിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തി തരും. അതുകൊണ്ട് 5 വക്ത് നിസ്കരിക്കാൻ എല്ലാവരും തയ്യാറാകണം. അതാണുങ്ങൾ പള്ളിയിൽ തന്നെ കയറി നിസ്കരിക്കും. അതിന്റെ ഒരു ദറജ പറഞ്ഞാൽ തീരൂല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് നിസ്സാരപ്പെട്ട കാര്യമായി മനസ്സിലാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ പൊരുത്തം ഉണ്ടാവും. അത് ഏറ്റവും വലിയ പൊരുത്തം ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഭൂമിയിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട റജബ് മാസത്തിലാണ് നമുക്ക് അല്ലാഹു പരിശുദ്ധമായ നിസ്കാരം തന്നിട്ടുള്ളത്. റജബ് എന്ന് പറഞ്ഞാൽ എന്തൊരു റജാഇന്റെ മാസമാണ്. 2-3 ദിവസം കഴിഞ്ഞാൽ റജബ് ആരംഭിക്കും. റജബിന്റെ പ്രത്യേകത എന്താ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരം കിട്ടിയത്. എല്ലാ അമലുകളും ഭൂമിയിലാണ് നൽകിയത്. എന്നാൽ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്താണ് കൊടുത്തിട്ടുള്ളത്. നിസ്കാരം 5 വക്ത് നിസ്കരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? രാത്രി തഹജ്ജുദ് നിസ്കരിക്കുക. പൊട്ടി പൊട്ടി കരഞ്ഞ് അള്ളാഹുവിനോട് പറഞ്ഞാൽ തീരാത്തൊരു പ്രശ്നമില്ല. അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരട്ടെ. അള്ളാഹു എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിച്ചു തരട്ടെ. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെട്ട ഒരു കാര്യമില്ല. ഒരു വിഷയം ഹബീബ നബിക്കുണ്ടായാൽ ഹബീബ നബി. അതുകൊണ്ട് പാഠം നമ്പർ 1, 5 വക്ത് നിസ്കരിക്കാൻ തയ്യാറാണ്. എന്തുകൊണ്ട്? ഈ ഭൂമി അല്ലാഹുവിന്റെ, പിന്നെ ഈ വെള്ളം അല്ലാഹുവിൻ്റെതാണ്, ഈ വായു അല്ലാഹുവിൻ്റെതാണ്. നിസ്കാരത്തിൽ ഒരു അമാന്തവും കാണിക്കരുത്. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് തന്ന അടിസ്ഥാനപരമായ ഒരു ഭരണഘടന ഉണ്ട്. ആ ഭരണഘടന മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സത്യമാണ്. ലോകത്ത് ഒരു ജനതക്കും ഇല്ലാത്തൊരു നേട്ടം അല്ലാഹു നമുക്ക് നൽകി. എന്താണ് നേട്ടം? പരിശുദ്ധ ഖുർആനെ അല്ലാഹു നമുക്ക് ഇറക്കി തന്നു. അതുപോലത്തെ ഒരു കിതാബില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്.
ഇനി ഒരു സമൂഹത്തിന് നന്നാകാൻ അവരുടെ കയ്യിൽ മാറ്റമില്ല. നമുക്ക് അത് നമ്മുടെ ഭരണഘടനയായി നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ നിയമങ്ങൾ നിയമമാക്കണം, അതിന്റെ ശാസനകളായിരിക്കണം. നിങ്ങൾ ചിന്തിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിദായ പരിശുദ്ധമായ ഒരു സ്വർഗ്ഗം നമുക്ക് നൽകുകയാണ്. കുറഞ്ഞ കാലം നമ്മൾ കഷ്ടപ്പെടും. അത് കഷ്ടപ്പെടാണോ? ഇപ്പൊ ഈ കൂട്ടത്തിൽ നമ്മളെല്ലാവരും സുബഹി നിസ്കരിച്ച് ഖുർആൻ ഓതിയവരാണ് ഈ കൂട്ടത്തിൽ ഏകദേശം ആളുകളൊക്കെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളൊക്കെ എന്താ ഒരു പ്രയാസം ഉണ്ടായത്? ഒരു പ്രയാസം ഉണ്ടായത് 5 വഖ്ത് നിസ്കരിക്കൽ ഒരു പ്രയാസമില്ല, ഖുർആൻ ഓതൽ പ്രയാസമില്ല. അതേ സമയത്ത് മനസ്സിനൊരു സന്തോഷമുണ്ട്. ഞാൻ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ സന്തോഷമുണ്ട്, അള്ളാഹിന്റെ നിയമം അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷമുണ്ട്. ശരീരത്തിന്റെ ബാധ്യത നിർവഹിച്ചിരിക്കുന്നു, ധനത്തിന്റെ ബാധ്യത നിർവഹിച്ചിരിക്കുന്നു, ഒരു പേടിയും വേണ്ട. മഹാനായ സയ്യിദുനാ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ അരികിൽ വന്നാൽ ഒരു പ്രശ്നമില്ല, ഏത് നേരത്തും ഇസ്രായീൽ വന്നേക്കാം. ഒരു മുഅ്മിനായ മനുഷ്യൻ അതിൽ തയ്യാറായി നടക്കണം. ഏത് അബദ്ധത്തിൽ ജീവിച്ചാലും അല്ലാഹുവിലേക്ക് തിരിച്ചു മടങ്ങിയാൽ മതി. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൽ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് വന്നപ്പോൾ മദീനക്കാർ പെരുന്നാൾ ഉണ്ടാക്കി. മദീനയിലേക്ക് റസൂൽ വന്നപ്പോൾ സ്വഹാബികൾ സന്തോഷിച്ച അത്ര സൂറത്തുൽ ഫുർഖാനിലെ 70-ാമത്തെ ആയത്ത് ഇറങ്ങിയപ്പോൾ സന്തോഷിച്ചു. ഏതായത്ത്? إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. إلا من تاب وآمن وعمل عملا صالحا. ആയുസ് ഒരു മനുഷ്യൻ മോശമായി ജീവിച്ചു, കള്ള് കുടിച്ചു, മോശമായി ജീവിച്ചു, അള്ളാഹു അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിന്നെ അള്ളാഹുവിലേക്ക് ബോധം വന്ന് പിന്നെ തൗബ ചെയ്ത് ഈമാനിലേക്ക് മടങ്ങി വഅമില അമലൻ സാലിഹാ, പിന്നെ സാലിഹായ അമൽ ചെയ്യാൻ അവൻ തയ്യാറായാൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്തിൻ, അവന്റെ ചീത്തകളെ മറിച്ചിട്ട് അള്ളാഹു നന്മയാക്കി കൊടുക്കും. സൂറത്തുൽ ഫുർഖാൻ 70-ാമത്തെ ആയത്ത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നന്നാകാൻ നമ്മൾ തീരുമാനിച്ചു, ആത്മാർത്ഥമായി തീരുമാനിച്ചു. ജീവിതത്തിൽ വളരെ മോശപ്പെട്ട് നടന്നിരുന്നു. ഒരാളൊരു കാലം ഒരു 30 വയസ്സ് 40 വയസ്സ് മോശപ്പെട്ട് നടന്നു. പിന്നെ നന്നാകാൻ തീരുമാനിച്ചു, എനിക്ക് നന്നാവണം. അല്ലെങ്കിൽ 25 വയസ്സ് മോശമായി നടന്നു, അല്ലെങ്കിൽ 30 മോശമായി നടന്നു. പിന്നെ ഒരു ദിവസം ഒരു പ്രഭാഷണം കേട്ടു, ഒരു നല്ല ഒരു വഴല് കേട്ടു. അപ്പൊ തോന്നി പഠിച്ചോളെ അള്ളാഹുവിലേക്ക് മടങ്ങി. തൗബ ചെയ്താൽ തന്നെ ഈമാനിലേക്ക് തിരിച്ചു വരും. എന്തുകൊണ്ട്? ഒരു മനുഷ്യൻ അല്ലാഹുവിനെതിരായാൽ അവന്റെ ഹൃദയത്തിൽ കറുത്ത പുള്ളി വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു കുറ്റം ചെയ്താൽ, ഒരു നിയമത്തെ നിസാരവൽക്കരിച്ചാൽ അവന്റെ ഹൃദയത്തിൽ കറുത്ത പുള്ളി വീഴും. കുറ്റം അധികരിച്ചാൽ ഈ പുള്ളി അധികരിക്കും. പിന്നെ അവന്റെ ഹൃദയം മൊത്തം കറുത്ത പുള്ളിയായി മാറും. അതാണ് ഖതമല്ലാഹു അലാ ഖുലൂബിഹിം എന്ന ആയത്തിന്റെ വ്യാഖ്യാനം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്നാൽ ഇല്ലാ മൻ താബ, നന്നാകാൻ ഒരു മനുഷ്യൻ തീരുമാനിച്ചു, പ്രശ്നം എനിക്ക് നന്നാവണം എന്ന് തീരുമാനിച്ചു, വആമന ഈമാനിലേക്ക് മടങ്ങി, വഅമില അമലൻ സാലിഹാ, സാലിഹായ അമലുകൾ ചെയ്യാൻ തയ്യാറായി, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ ചീത്തയായ ജീവിതം അല്ലാഹു മാറ്റിമറിച്ച് നല്ലതാക്കി കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. 40 വയസ്സ് ചീത്തയായി ജീവിച്ചു, നന്നാകാൻ തീരുമാനിച്ചപ്പോൾ ആത്മാർത്ഥമായി തീരുമാനിച്ചാൽ തന്നെ അവന്റെ അതുവരെയുള്ള സംഗതികൾ. ഈ ആയത്ത് ഖുർആനിൽ ഒരു വല്ലാത്തൊരു പ്രത്യേകതയുള്ള ആയത്താണ്. ഈ ആയത്തിറങ്ങിയപ്പോൾ മദീനക്കാൾ പെരുന്നാൾ ഉണ്ടാക്കിയതാണ്. അതുവരെ അള്ളാഹ് പറഞ്ഞത് എന്തായിരുന്നു? തൗബ ചെയ്താൽ അള്ളാഹ് പുറത്തു കൊടുക്കാന്നാണ് പറഞ്ഞത്. ഈ ആയത്തിൽ പറഞ്ഞ പുറത്തു കൊടുക്കൽ മാത്രമല്ല, ഇനിയുള്ള ജീവിതം നന്നാകാം എന്നൊരാളാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന്റെ ചീത്തയായ ഭാഗം മായ്ച്ചിട്ട് ആ സ്ഥലത്ത് അല്ലാഹു തആല എന്തെഴുതി കൊടുക്കും? പറ, എന്തെഴുതി കൊടുക്കും? നല്ലത് എഴുതി കൊടുക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.